നമുക്ക് നല്ലൊരു പാവയ്ക്ക ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ. നോയമ്പൊക്കെ വരുമല്ലേ നമ്മുടെ ഈസ്റ്റർ ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റും ആകട്ടോ. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പാവയ്ക്ക വട്ടത്തിൽ കണ്ടിച്ചിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമെല്ലാം പോകാനും കയ്പ്പ് രസം ഉണ്ടെങ്കിൽ കയ്പ്പും പൊക്കോളും. പിന്നീട് നമുക്കതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം. വലിയ വെള്ളമൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ അകത്ത്. എന്നിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കതിനെ ഇതുപോലെ വറുത്തെടുക്കണം. ഒരു പാനിലേക്ക് നന്നായിട്ട് കരിയാതെ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നീട് നമുക്ക് 2 പിടുത്തം കറിവേപ്പിലയും വേണം. കറിവേപ്പിലയും ഇതുപോലെ വറുത്തെടുക്കുക. അതിനുശേഷം ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്ന് നന്നായിട്ട് ചുമക്കി വറുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ജീരകം കൂടിയിട്ട് 4 വറ്റൻമുളകും കൂടിയിട്ട് നന്നായിട്ട് ചൂടാക്കുക കേട്ടോ. അതിനുശേഷം ഒരു 1/4 ബൗൾ, ഒരു ചെറിയൊരു ബൗൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് തീ കുറച്ച് ഓഫ് ചെയ്താലും മതി. അതിന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പിന്നീട് എല്ലാം പൊടിച്ച് നന്നായിട്ട് എടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടി. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക.